ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്ര അവരുടെ അൺലിമിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു ഇവൻറ്റിലൂടെ രണ്ട് പുതിയ ഇലക്ട്രിക് വാഹനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അത് കാണിക്കാൻ പോകുന്നതിലും ഉപരി ഇപ്പോൾ അതിൻ്റെ പ്രൈസിന്, അതായത് ഇനീഷ്യൽ പ്രൈസിംഗ് ഒക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും നോക്കാം. ഇതൊരു ഗ്ലോബൽ ഇവൻ്റാണ്, ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഇവൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇൻ്റർനാഷണലി ആണ് ഈ വാഹനങ്ങളെല്ലാം കാണിക്കാൻ പോകുന്ന രണ്ട് വണ്ടികൾ ഏതാണ് എന്ന് നമുക്കറിയാം. XEV90 എന്ന് പറയുന്നത് നമ്മുടെ 700 ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂപ്പ SUV വരുന്നുണ്ട്. അതുപോലെ തന്നെ B60 എന്ന് പറയുന്നത് ആദ്യം BE60 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ എൻ്റെ പ്രൊണൗൺസിയേഷൻ മഹീന്ദ്ര ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. BE എന്ന് പറയണ്ട, B60 എന്ന് പറയണം എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് വാഹനങ്ങളാണ് ഇവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ഈ ഒരു ഇവൻറ്റിൽ കാണിക്കാൻ പോകുന്നത്. ഈ രണ്ട് വാഹനങ്ങളും മഹീന്ദ്ര ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ പോലെയല്ല, അതായത് XUV400 പോലൊന്നുമല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. ഇത് മഹീന്ദ്രയുടെ പുതിയ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ രണ്ട് വാഹനങ്ങളും ബേസ് ചെയ്ത് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ബ്രീഫും അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനങ്ങൾ വരുന്നത്, അതായത് ഒരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ്. മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന വണ്ടികളെല്ലാം തന്നെ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. ഈ വരാൻ പോകുന്ന രണ്ട് വാഹനങ്ങളും റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിൽ തന്നെയാണ് വരാൻ പോകുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കില്ല. നമ്മൾ പൊതുവെ ഫ്രണ്ട് വീൽ ഡ്രൈവ് SUVs ആണ് കാണാറുള്ളത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ, അതിപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും അല്ലാതെ നോർമൽ വണ്ടികളാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ അവർ ഉപയോഗിക്കാൻ പോകുന്നത് NMC ബാറ്ററി പാക്ക് ആയിരിക്കില്ല, LFP ബാറ്ററി പാക്സ് ആയിരിക്കും. ഇപ്പം നമുക്ക് 400 അവർ ഉപയോഗിച്ചിരുന്ന NMC ബാറ്ററി പാക്ക് ആയിരുന്നു, കുറച്ച് പഴയ ടെക്നോളജിയാണ്. പക്ഷേ എന്തായാലും അതൊക്കെ മാറ്റി ബാറ്ററി സ്പെസിഫിക്കേഷൻസിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുന്നേ ഇവർ കാണിച്ചിട്ടുള്ളൊരു ടീസറിൽ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഒറിജിനൽ പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടികൾ തന്നെയാണ്, കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇനിയിപ്പോൾ അവർ കാണിക്കാൻ പോകുന്നതും കോൺസെപ്റ്റ് വണ്ടികളല്ല, ഒറിജിനൽ വണ്ടികൾ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതാണ് XEV90 എന്ന് പറയുന്ന 700 ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പ SUV. ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുമ്പം എവിടേക്കോ നമുക്കൊരു 700 കട്ട് ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ടിലത്തെ ലൈറ്റിംഗ് സെറ്റപ്പും അതുപോലെ ഗ്രില്ലിൻ്റെ സെറ്റപ്പും കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള DRLs അവൈലബിൾ ആണ്. അതുപോലെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എല്ല് പോലെ നിൽക്കുന്ന DRLs ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതിൻ്റെ നടുവിലായിട്ടാണ് നമുക്ക് മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പ് വരുന്നത്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ള ഗ്രില്ലാണ്, അതായത് പ്രത്യേകിച്ച് ഗ്രില്ലൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ B60 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് C ഷേപ്പ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമല്ല, ആക്ച്വലി ബാക്കിലും ആ വാഹനത്തിൽ അത്തരത്തിലുള്ളൊരു ഡിസൈനുള്ള ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് രണ്ട് വാഹനങ്ങളും മഹീന്ദ്രയുടെ പുതിയ ലോഗോ ആണ് കിട്ടുന്നത്. XEV90 അവരുടെ പുതിയ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഗോയും B60 അവരുടെ B എന്ന് പറയുന്ന പുതിയ ലോഗോയും ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മഹീന്ദ്രയുടെ ലോഗോ ഉണ്ടാവില്ല. രണ്ടിൻ്റെയും ഫ്രണ്ട് ഡിസൈൻ അത്യാവശ്യം റാഡിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ്. ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. XEV90 പിന്നെയും കുഴപ്പമില്ല, പക്ഷേ B60 എന്ന് പറയുമ്പം ഒരിത്തിരി C ഷേപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റും, ചിലപ്പം ചിലർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണെന്ന് പറയും. ഇപ്പോൾ 3X ഒക്കെ ലോഞ്ച് ആയ സമയത്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ ഡിസൈൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ ആൾക്കാർ വണ്ടി വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ B60 കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈറ്റ്സ് നമ്മുടെ ടോപ്പ് പോർഷൻ DRLസിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിലും നമുക്ക് പ്രത്യേകിച്ച് അതിന് ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. രണ്ട് വാഹനങ്ങളും ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പുതിയ അലോയ് വീൽസിന് ഡിസൈനൊക്കെ അവൈലബിൾ ആണ്. സൈസ് 18 and 19 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. കൃത്യമായിട്ടുള്ള സൈസ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഇതിനു മുന്നേയുള്ള സ്പൈ ഷോട്ട്സിൽ അതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സൺറൂഫ് പാനോറാമിക് ആണ്, ആൻഡ് അതിൻ്റെ അകത്ത് LED ലൈറ്റ്സ് വരും എന്നൊക്കെ പറയുന്നുണ്ട് സൺറൂഫിൽ തന്നെ. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. മഹീന്ദ്രയുടെ പുതിയ UI ഉപയോഗിക്കുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അകത്ത് 5 റഡാർസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻ കാർ ക്യാമറാസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ വാഹനത്തിനകത്ത് 16 സ്പീക്കറുള്ള ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു കുറവും പ്രതീക്ഷിക്കേണ്ട. B60 കാര്യത്തിൽ നമുക്ക് 2 സ്ക്രീനാണ് അതിൻ്റെ അകത്ത് വരുന്നത്, അതായത് നോർമലിയുള്ള ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും. പക്ഷേ XEV90 കേസിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ട്രിപ്പിൾ സ്ക്രീനിൻ്റെ സെറ്റപ്പാണ് കിട്ടുന്നത്. അതായത് പാസഞ്ചർ സൈഡിൽ ഒരു അഡീഷണൽ സ്ക്രീനും കൂടെ വരും. എല്ലാം ഒരൊറ്റ അറേ പോലെ ഇരിക്കും. അതിൻ്റെ ഇമേജൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പിന്നെ രണ്ട് വാഹനങ്ങളിലും നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അതിനകത്ത് മഹീന്ദ്രയുടെ ഇലുമിനേറ്റഡ് ലോഗോ ആയിരിക്കും നടുവിൽ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ടാറ്റയുടെ കേസിലൊക്കെ കണ്ടല്ലോ, ഏകദേശം സിമിലർ ആയിരിക്കും. പക്ഷേ രണ്ട് വണ്ടികളും 2 ലോഗോ ആയിരിക്കും മാത്രം. XEVയിൽ മഹീന്ദ്രയുടെ പുതിയ ലോഗോ ആയിരിക്കും, B60 മഹീന്ദ്രയുടെ B എന്ന് പറയുന്ന ആ ഒരു നെയിമിങ്ങുള്ള ലോഗോ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ എസെൻഷ്യലി സെയിം തന്നെയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾസ് ഒക്കെ കിട്ടുന്നുണ്ട്. ടച്ച് കൺട്രോൾസ് ആണോ അതോ സോഫ്റ്റ് ടച്ച് സാധാരണ ബട്ടൺസ് ആണോ എന്നുള്ളത് വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇവരുടെ ഈ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ഒരു പേര് കൊടുത്തിരിക്കുന്ന ഹാർട്ട് കോർ ഡിസൈൻ ഫിലോസഫി എന്നാണ്. ഹാർഡല്ല, ഹാർട്ട് ഹൃദയം, HERT ഡിസൈൻ ഫിലോസഫി എന്നാണ് അവർ ഇതിൻ്റെ പുതിയ ഡിസൈനിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ലോഞ്ചിന് മുന്നേ എടുക്കുന്ന സമയത്ത്. പിന്നെ പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ താർ റോക്സിൻ്റെ ഒക്കെ കേസിൽ ചെയ്ത പോലെ അവർ കുറച്ച് വേരിയൻസിൻ്റെ പ്രൈസിങ് പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഓട്ടോക്കാരെന്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇതിപ്പം ഒരു ലോഞ്ച് ഇവൻറ്റ് പോലെയാണ് അവർ നടത്തുന്നതെങ്കിൽ ചിലപ്പം പ്രൈസും അറിയാൻ പറ്റുമായിരിക്കും. ഇനി ഇതൊന്നും അല്ലാണ്ട് ബാറ്ററിയുടെ കൺഫിഗറേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ 59 kWh അല്ലെങ്കിൽ
79 kWh ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. അത് ഏത് വണ്ടിയിൽ ഏതൊക്കെ വരും എന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും ഇതായിരിക്കും 2 കൺഫിഗറേഷൻ ഉള്ളത് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ പവർ ആണെങ്കിലും 231 PS to 279 PS ഇടയിലായിരിക്കും റേഞ്ച് ചെയ്യുന്നത്. ഇനീഷ്യലി ലോഞ്ചിന് സമയത്ത് 2 വാഹനങ്ങളും റിയർ വീൽ ഡ്രൈവ് മാത്രമായിരിക്കും വരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഈ പ്ലാറ്റ്ഫോം ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓൾ വീൽ ഡ്രൈവ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ മോട്ടോർ സെറ്റപ്പ് കൊടുത്താൽ മതി, ഓൾ വീൽ ഡ്രൈവ് ആയിക്കോളും. അത് നമുക്ക് കൂടുതൽ ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അല്ല പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരാറുള്ളത്. കുറച്ചും കൂടെ നമ്മുടെ സോഫ്റ്റ് റോഡ് ടൈപ്പ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ്. അതായത് റോഡ് ഗ്രിപ്പ് ബെറ്റർ ആക്കുക, പിന്നെ വണ്ടിയുടെ ആക്സലറേഷൻ, അതായത് പെട്ടെന്ന് പവർ കറക്റ്റ് റോഡിലേക്ക് ഇടാൻ പറ്റുന്നതുകൊണ്ട് ആക്സലറേഷൻ ലൈൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഒരു GT സ്പെക്കിലുള്ള ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റംസ് ആണ് നമ്മൾ പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, അതായത് G-Wagon ഓൾ വീൽ ഡ്രൈവ് അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ ഹമ്മർ EV അങ്ങനത്തെ ഒരു വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒക്കെയാണ് വരുന്നത്. എന്തായാലും മഹീന്ദ്ര ഇനി എന്താണ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനീഷ്യലി റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും വരുന്നത്, അത് മതി സത്യം പറഞ്ഞാൽ. കാരണം ഇന്ത്യയിൽ നമ്മൾ പൊതുവെ അങ്ങനെ ഇലക്ട്രിക് വണ്ടികളെടുത്ത് ഓഫ് റോഡ് പോകാൻ മാത്രമുള്ള ഒരു എന്തൂസിയാസത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും സാധാരണ ഇന്ത്യൻ കമ്പഷൻ എഞ്ചിൻസ് തന്നെയാണ് ഓഫ് റോഡൊക്കെ ചെയ്യാൻ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ മാറിയേക്കാം, ഞാൻ ഇപ്പോഴത്തെ കേസാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്ത് മഹീന്ദ്രയുടെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 175 kW ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത്രയും ഇതിന് സപ്പോർട്ട് വരുന്നുണ്ട് ചാർജിങ്ങിന്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും അത്രയും വലിയ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷൻസ് തന്നെ അവൈലബിൾ അല്ല. DC ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു സപ്പോർട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 20 to 80% നമുക്ക് ചാർജ് ചെയ്യാൻ ജസ്റ്റ് 20 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. അതും ഇത്രയും വലിയ ബാറ്ററി പാക്ക് ആണെന്നും കൂടെ ആലോചിക്കണം. 59 kWh ബാറ്ററി പാക്കൊക്കെ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സമയത്തിനുള്ളിൽ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ആവശ്യത്തിന് സമയമുണ്ട്. നമ്മളൊരു ചായ കുടിക്കുന്ന സമയമാണ് 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. ഇനി ഇത്രയും വലിയ ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ പൊതുവെ കിട്ടുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഇലക്ട്രിക് വണ്ടികളുടെ ബാറ്ററിയുടെ സൈസ് കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കർവ് EVയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് 45 and 55 kWh ബാറ്ററി പാക്കാണ് മാക്സിമം സൈസ് വരുന്നത്. ഈ വണ്ടികൾ പക്ഷേ മാക്സിമം 79 kWh വരെയുള്ള സൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 55 kWh വെച്ച് വരുന്ന കർവിൻ്റെ തന്നെ മാക്സിമം റേഞ്ച് അവർ ക്ലെയിം ചെയ്യുന്ന 585 km ആണ്. റിയൽ ലൈഫ് അല്ല, ഈവൻ ദോ ക്ലെയിംഡ് ആണെങ്കിൽ പോലും അത്രയും തന്നെ ക്ലെയിംഡ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ BE60 എന്ന് പറയുന്ന അത്രയും കോമ്പാക്ട് ആയിട്ടുള്ളൊരു വാഹനത്തിൽ 79 kWh ബാറ്ററി പാക്ക് ഒക്കെ വെച്ച് വരുന്ന വേരിയൻ്റ് അവർ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 700 മുകളിൽ നമുക്ക് ക്ലെയിംഡ് റേഞ്ച് പ്രതീക്ഷിക്കാം. ആക്ച്വലി 700 അല്ല, അതിന് മുകളിൽ ചിലപ്പം ക്ലെയിംഡ് റേഞ്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും വലിയ ബാറ്ററിയാണത്. പൊതുവേ നമ്മുടെ ഇത്രയും വലിയ ബാറ്ററി പാക്കുകളൊക്കെ കുറച്ചുകൂടെ ഹൈ എൻഡ് വാഹനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ മഹീന്ദ്ര എന്തായാലും അതിന് നാരോ ഡൗൺ ചെയ്ത് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസ് പോയിന്റ് വരാൻ പോകുന്ന വണ്ടികളായിരിക്കും ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ഒരു ഡിസൈഡ് പ്രൈസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ സ്ട്രാറ്റജി വെച്ച് അവർ ഇനീഷ്യലി വണ്ടികൾ ഇറക്കുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലായിരിക്കും ഇറക്കുന്നത്. അത് ഈ വാഹനങ്ങളുടെ കേസിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ടാറ്റയുടെ ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികളെയൊക്കെ ഒരു പക്ഷേ അവരുടെ പ്രൈസ് കൊണ്ട് അണ്ടർകട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ വരുന്ന ടോപ്പ് വേരിയൻറ്റിലുള്ള സ്പെസിഫിക്കേഷൻ, ടെക്നോളജി, അതുപോലെ ബാറ്ററിയുടെ സൈസ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്തായാലും ഏറ്റവും ഉയർന്ന വേരിയൻസിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടാവും. എന്തായാലും ഗൈസ്, ഇതാണ് മഹീന്ദ്ര ഈ വരുന്ന 26 നവംബറിന് ഇറക്കാൻ പോകുന്ന പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.